Baby, I know all your secrets, but you tell me stupid lies. Oh, you think you. Hello my dears, എല്ലാവർക്കും ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ പുതിയ ബ്യൂട്ടി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ, എന്തായിരിക്കും ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്? യെസ്, നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, ടൈറ്റിൽ വായിച്ചിട്ടുണ്ടാവും. യെസ്, ഹിയർ ഇറ്റ് ഈസ് അഫോർഡബിൾ മേക്കപ്പ് ഫോർ ബിഗിനേഴ്സ്. നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്ന ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്ട്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്ന പ്രൊഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു കിറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അത് കാണണ്ടേ? യെസ് മൈ ഡിയേഴ്സ്, ഹിയർ ഇറ്റ് ഈസ്. ഇതാണ് നമ്മളുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള അഫോർഡബിൾ മേക്കപ്പ് കിറ്റ്. ഞാൻ പേഴ്സണലി നടന്ന് ട്രൈ ചെയ്ത് ചൂസ് ചെയ്ത പ്രൊഡക്ട്സ് ആണ് ഇതിൽ കിടക്കുന്നത്. മോസ്റ്റ്ലി 500 റുപ്പീസിന്റെ ബിലോ ഉള്ള പ്രൊഡക്ട്സ് ആണ്. മേ ബി നിങ്ങൾ ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിനേക്കാളും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അഫോർഡബിൾ റേഞ്ച് വാങ്ങിച്ച സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു, നമ്മള് ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ വന്ന പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് നിങ്ങളും അവസാനം എന്നോട് പറയരുതല്ലോ ചേച്ചി പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് ഇങ്ങനെയായി അങ്ങനെയൊന്നും ആവില്ല, ഐ എം ഷുവർ. അപ്പൊ യെസ്, എന്തൊക്കെയാണ് ഈ കിറ്റിലുള്ളതെന്നൊക്കെ ഞാൻ കാണിക്കാം. ഫുൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും ഭംഗിയിൽ ഈ ഒരു ലുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തത്. ആൻഡ് ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് നോട്ടിഫിക്കേഷൻ ബെല്ല് നിങ്ങൾ അടിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അടിക്കട്ടെ, എങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എക്സിസ്റ്റിംഗ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യണേ. പിന്നെ വേറെ കാര്യം ഓർമ്മിപ്പിക്കണം, നമ്മുടെ വീഡിയോസ് എല്ലാം വരുന്നത് ട്യൂസ്ഡേസ് ആൻഡ് തേഴ്സ്ഡേസ് ആണ് അറ്റ് 6 PM ഈവനിംഗില്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. യെസ്, അപ്പൊ ഞാൻ പൗച്ച് ഓപ്പൺ ചെയ്യട്ടെ. നമുക്ക് വാട്ട് ഈസ് ഇൻ മൈ മേക്കപ്പ് പൗച്ച്, അഫോർഡബിൾ മേക്കപ്പ് പൗച്ച് നോക്കാം. ആദ്യം തന്നെ പ്രൈമർ, ഈബ കോസ്മെറ്റിക്സിന്റെ പ്രൈമർ ഉണ്ട്, ഫൗണ്ടേഷൻ, ലൂസ് പൗഡർ, കോണ്ടോറിംഗ് സ്റ്റിക്ക്, ഐ ഷാഡോ, ബ്ലഷ്, ഹൈലൈറ്റർ, മസ്കാര, കാജൽസ്, ലിപ്സ്റ്റിക്, ഐബ്രോ പെൻസിൽ, ലിപ് ബാം കഴിഞ്ഞു. സോ ഈ ഒരു ലുക്ക് ഞാൻ ഈ ഒരു സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ നല്ല ഭംഗിയുള്ള ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം തന്നെ മോസ്റ്റ്ലി വരുന്നത് 500 റുപ്പീസിന് താഴെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എല്ലാത്തിന്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫേസ് വാഷ് ചെയ്യണം. ഏത് മേക്കപ്പ് നമ്മൾ ചെയ്യുമ്പോഴും ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. സോ ക്ലെൻസർ ആയിട്ട് ഞാൻ യൂസ് ചെയ്തത് ഡെർമാവൈവിന്റെ ഹൈഡ്ര ക്ലെൻസർ ആണ്. ഇത് pH ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷ് ആണ്, എസ്പെഷ്യലി ഫോർ സെൻസിറ്റീവ് സ്കിൻ കണ്ടീഷൻസ്. മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് ഇതിലെ അവീന സാറ്റിവ സീഡ് പൗഡർ ആണ്. നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ല ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. ആൻഡ് ഹൈഡ്ര ക്ലെൻസർ SLS ഫ്രീ ആണ്, അതുപോലെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ക്ലെൻസിംഗ് കഴിഞ്ഞു, ഇനി അടുത്തത് നല്ലൊരു മോയ്സ്ചറൈസർ ആൻഡ് പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ മോയ്സ്ചറൈസർ പ്രൈമർ വേറെ വേറെ പ്രൊഡക്റ്റ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ന്യൂട്രിഡർമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ വിത്ത് വൈറ്റമിൻ ഇ ആണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വേറെ പ്രൈമർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ ഉള്ള ഒരു റിസൾട്ട് നമുക്ക് തരും. നല്ലോണം മോയ്സ്ചറൈസിംഗ് ആണ്. ബിക്കോസ് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഇ വളരെ നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കിന്നിന്റെ പല ഇഷ്യൂസിനും ഇത് ആക്ച്വലി നല്ലതാണ് കേട്ടോ. എസ്പെഷ്യലി സ്കിൻ സൂത്തൻ ചെയ്യാനും ഡ്രൈ സ്കിൻ കണ്ടീഷൻസ് ഒന്ന് റിലീവ് ചെയ്യാനൊക്കെ ആയിട്ട്, അതുപോലെ സ്കിൻ ഒന്ന് കാം ചെയ്യാനും, അതുപോലെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ന്യൂട്രിഡർമിന്റെ ഈ ഒരു മോയ്സ്ചറൈസിംഗ് ലോഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ന്യൂട്രിഡർമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ അഫോർഡബിൾ മേക്കപ്പ് കിറ്റിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈമർ ആണ്. ഇത് ഈബ കോസ്മെറ്റിക്സിന്റെ ഫോട്ടോ പെർഫെക്റ്റ് HD ഫേസ് പ്രൈമർ ആണ്. കണ്ടോ, ഒരു മാറ്റ് ജെൽ ബേസ് ആണ് കേട്ടോ ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് മെയ്ബ്ലിൻ ന്യൂയോർക്കിന്റെ ഫിറ്റ് മീ റേഞ്ചിൽ വരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത് മാറ്റ് പ്ലസ് പോർലെസ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഫോർ നോർമൽ ടു ഓയിലി സ്കിൻ ആൻഡ് SPF 22 ആണ് ഇതിലുള്ളത്. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവരുടെ ഷെയ്ഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളുടെ സ്കിൻ ടോണിന് അനുസരിച്ചുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഫൗണ്ടേഷൻസ് ഉണ്ടല്ലോ, ഇതിൽ കുറഞ്ഞ പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ക്വാളിറ്റി കിട്ടില്ല ഫേസിന്. അപ്പം ഞാൻ കരുതി അധികം കോംപ്രമൈസ് ചെയ്യേണ്ട. ഇതിന് 599 ആണ്, ബട്ട്
400 and സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചത്. ബിക്കോസ് ഓഫർ ഉണ്ടായിരുന്നു ഓൺലൈൻ വാങ്ങിച്ച സമയത്ത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഏതെങ്കിലും സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് എന്തായിരുന്നു. ബിക്കോസ് പല ഫൗണ്ടേഷൻസും ചിലപ്പോൾ ഒരു ഡാർക്ക് അണ്ടർടോൺ ലീവ് ചെയ്യും. നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറെ നേരം കഴിയുന്ന സമയത്ത്, നമ്മൾ അഫോർഡബിൾ റേഞ്ച് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ പ്രൈസ് കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ ഡാർക്കൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ ഫൗണ്ടേഷൻസിൽ എപ്പോഴും ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ ഒരു 400-500 റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ യെസ്, ഇത് 230 എന്നുള്ള ഷെയ്ഡാണ്, നാച്ചുറൽ ബഫ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ. ഇനി ഞാൻ മെയ്ബ്ലിന്റെ തന്നെ ഫിറ്റ് മീ റേഞ്ചിൽ വരുന്ന ഒരു ലൂസ് ഫിനിഷിംഗ് പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഈ ലുക്ക് ഒന്ന്, ഈ ഒരു ഫൗണ്ടേഷൻ ഒന്ന് മോർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഷെയ്ഡ് ലൈറ്റ് മീഡിയം ആണ്. ഇതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഈ ഒരു പൗഡർ നമുക്ക് ബേക്കിംഗ് പൗഡർ ആയിട്ടും യൂസ് ചെയ്യാം. ഓൺലൈനിൽ ഇത് നല്ല ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തതും. അപ്പം അണ്ടർ ഐ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഡാർക്ക് ഏരിയാസ് എനിക്ക് ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ കൺസീലറിന്റെ കൂടി ഒരു എന്താ പറയാ യൂസ് ഈ ഒരു പൗഡർ നമുക്ക് തരും. ഓക്കെ, അപ്പൊ ഞാൻ പൗഡർ അപ്ലൈ ചെയ്തു. ഇനി എക്സ്ട്രാ പൗഡേഴ്സ് നമുക്ക് വൈപ്പ് ഓഫ് ചെയ്ത് കളയാം. പെട്ടെന്ന് കാണുമ്പോൾ ഇച്ചിരി വൈറ്റിഷ് ആയിട്ടുള്ള ഫേസ് പോലെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്, ബട്ട് ഇത് സെറ്റിൽ ആവും. കുറച്ച് നേരം എടുക്കും, ബട്ട് ഇത് സെറ്റിൽ ആവും. ഇത് മെയ്ബ്ലിന്റെ തന്നെ ഒരു ഐബ്രോ പെൻസിൽ ആണ്. ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. ഗ്രേ ബ്രൗൺ ആണ് കേട്ടോ ഇത് ഷെയ്ഡ്. ഇനി ലെറ്റ്സ് മൂവ് ടു ദി ഐ മേക്കപ്പ് പാർട്ട്. ഞാൻ വളരെ അഫോർഡബിൾ ആയിട്ട് വാങ്ങിച്ച ഒരു ഐ ഷാഡോ പാലറ്റ് ആണിത്. SQ എന്നുള്ളൊരു ബ്രാൻഡ് ആണ്, പേർപ്പിളിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതിന്റെ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്തേക്കാം. പ്രൈസും മെൻഷൻ ചെയ്യാം. പ്രൈസ് ഒക്കെ തന്നെ പറയാം, 599 ആണ് ഇതിന്റെ പ്രൈസ്. ഇതിൽ പല പല ഷെയ്ഡ്സ് ഉണ്ട്, ഡാർക്ക് ടോൺസ് ഉണ്ട്. അതൊക്കെ എന്തിനാണ് ഭയങ്കര ഫങ്കി ഐ ഷാഡോസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതുണ്ട്. ന്യൂഡ് ഷെയ്ഡ്സ് ട്രൈ ചെയ്യുന്നെങ്കിൽ ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് പോവാണ്. ആദ്യം ഒരു ബേസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു പിങ്ക് ടോൺ എടുക്കാൻ പോവാണ്. ഇനി ഒരു ഡാർക്ക് ടോൺ കൂടെ ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ഒരു ഡാർക്ക് ടോൺ കൂടെ കൊടുത്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഐഷാഡോ ഡൺ. ഇനി നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം. അഫോർഡബിൾ റേഞ്ചിലുള്ള എന്റെ ഒരു ഫേവറേറ്റ് കാജലാണിത്, മെയ്ബ്ലിന്റെ കൊളോസൽ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാജലായിരിക്കും അല്ലെ. ഞാൻ ഇനി ഈ ഒരു കാജൽ സ്മഡ്ജർ കണ്ടോ, ഇത് വെച്ചിട്ട് ഒന്ന് നല്ലോണം സ്മഡ്ജ് ചെയ്യാൻ പോവാണേ. ഓക്കെ, കാജൽ ഞാൻ നല്ലോണം സ്മഡ്ജ് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യമായിട്ടൊരു സാധനം ട്രൈ ചെയ്യാൻ പോവാണ്. ഞാനൊരു വൈറ്റ് കാജൽ ട്രൈ ചെയ്യാൻ പോവാണ്. ഇത് ലാക്മേയുടെ കാജലാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. ഇതും വലിയ എക്സ്പെൻസീവ് അല്ല, അഫോർഡബിൾ റേഞ്ചിൽ തന്നെ വരുന്ന ഒരു ഐ പെൻസിലാണ്. വൈറ്റ് കാജൽ ഇട്ടു ഞാൻ ഉണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ ഒരു ബ്രൗൺ കാജൽ വെച്ചിട്ട് താഴെ നമ്മുടെ വാട്ടർ ലൈനിന്റെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് ലാക്മേയുടെ ഐക്കോണിക് എന്നുള്ള ഒരു സീരീസിൽ വരുന്ന കാജലാണ്, ക്ലാസിക് ബ്രൗൺ. അപ്പൊ എന്റെ അണ്ടർ ഐസിന്റെ താഴെ ചെറിയൊരു പാച്ച് വന്നോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് എന്റെ ഫിറ്റ് മീ പൗഡർ ഇട്ടിട്ട് ഒന്നുകൂടി ബേസ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. നൗ മസ്കാര നമുക്ക് ഇടാം. മൂവിങ് ഓൺ ടു ദി മസ്കാര പാർട്ട്. മസ്കാര ഏതാണ്? ഇത് മെയ്ബ്ലിന്റെ കൊളോസൽ മസ്കാരയാണ്. ഇതും അഫോർഡബിൾ റേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വാട്ടർ പ്രൂഫ് ആണെങ്കിൽ കുറച്ചുകൂടി പ്രൈസ് കുറയും. ഇനിയിപ്പോ വാട്ടർ പ്രൂഫ് അല്ലാത്ത വേണമെങ്കിൽ അത് കുറച്ചുകൂടി പ്രൈസി ആണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇടുന്നത് വാട്ടർ പ്രൂഫ് അല്ലാത്തതാണ്. ബിക്കോസ് എന്റെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ആൻഡ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാം വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാരയും കാജലൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് കോണ്ടൂർ ചെയ്യാം. ഫേസ് ഒന്ന് ഡിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നോസ് കട്ട് ചെയ്യാം. അതുപോലെ ചീക്ക് ബോൺസ്, ചീക്ക് സൈഡൊക്കെ ഒന്ന് കോണ്ടൂർ ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നൈക്കയുടെ ഒരു കോണ്ടൂർ സ്റ്റിക്ക് ആണ്. കുറച്ച് പഴയതാണ്, ബട്ട് അഫോർഡബിൾ റേഞ്ച് ആണ്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തേക്കാം കേട്ടോ. സൂര്യ ബേസിക്കലൊക്കെ ഷോ ചെയ്യുന്ന സമയത്ത് സ്ഥിരം ഇങ്ങനെ ഷടപടയെന്ന് പറഞ്ഞ് ഞാൻ കോണ്ടൂറൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിക്ക് ആയിരുന്നു അത്. ചിലപ്പോൾ കുറച്ചു പേർക്ക് ബ്രോൺസർ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്, പൗഡർ ബേസ് ആയിട്ടുള്ളത്. അതും ചെയ്യാം. ഷുഗറിനൊക്കെ അഫോർഡബിൾ റേഞ്ചിലുള്ള ബ്രോൺസർ ഉണ്ട് കേട്ടോ. ഡബിൾ ചീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്താൽ ആ ഒരു സാധനമൊക്കെ ഒന്ന് സ്ലിം ആയിട്ട് പോകും. ഈ സൈഡൊക്കെ ആക്ച്വലി കോണ്ടോറിങ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം തോന്നും. ബട്ട് ഷുഗറിന്റെ ഒക്കെ ബ്രാൻഡിൽ നല്ലത് കിട്ടും. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോ. നൈറ്റ് കുറച്ചുകൂടി പ്രൈസി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പാരിറ്റീവ്ലി ഏതാണ് ഓക്കെ ആയിട്ടുള്ളത് നോക്കിക്കോളൂ.
നല്ലൊരു ബ്രോൺസർ നിങ്ങളുടെ ഈ ഒരു മേക്കപ്പ് കിറ്റിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഒത്തിരി എന്നെ പോലെ വലിയ നെറ്റിയൊക്കെ ഉണ്ട് തോന്നുന്നെങ്കിൽ ഈ നെറ്റിയുടെ ടോപ്പ് സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡൺ. ഓക്കെ മൈ ഡിയേഴ്സ്, ഇനി ഞാൻ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് മെയിൻലി VISHNUവിന്റെ മിനി റേഞ്ചിൽ വരുന്ന ഒരു ബ്ലഷ് ആണ്. ഇത് ഏതാ ഷെയ്ഡ്? ബ്ലഷ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ നോക്കി സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇത് ഷോപ്പ് ചെയ്യാനായിട്ട് കുറെ നടന്നു. കാരണം വെറുതെ മേടിച്ചിട്ട് നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കൊരു സാധനം സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടി യൂസ് ചെയ്യാൻ പറ്റണ്ടേ. അഫോർഡബിൾ റേഞ്ച് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പേഴ്സണലി ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ ബ്ലഷിന്റെ പ്രൈസും ബിലോ 500 ആണ്. ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ, ഇത് നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ബ്ലഷ് ആണ്. അതുകൊണ്ട് എടുത്ത ഉടനെ അങ്ങ് പൂശിയാൽ നമ്മൾ വേറെ ആദ്യം കുറച്ചൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ഇതുപോലെ. എന്നിട്ട് നിങ്ങൾക്ക് ഇനി മോർ വേണം തോന്നുകയാണെങ്കിൽ മോർ ഇട്ട് കൊടുക്കാം. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഹൈലൈറ്റർ കൂടി ഇട്ടിട്ട് ഈ കലാപരിപാടി അവസാനിപ്പിക്കാം. സോ ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് ഞാനിന്ന് യൂസ് ചെയ്യുന്നത് നൈക്കയുടെ തന്നെ ഹൈലൈറ്റർ പ്ലസ് ബ്രോൺസർ ഒരുമിച്ചുള്ള ബ്രോൺസർ ആണ്. ഇത് എന്ത് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഹൈലൈറ്ററിന് 2 ഷെയ്ഡ്സ് ആണെന്ന് തോന്നുന്നു. ഒരു പിങ്കിഷ് ടോണും ഒരു ഗോൾഡൻ ടോണും വരുന്നത്. അപ്പൊ ഞാൻ ഗോൾഡൻ ടോൺ എടുക്കുകയാണ്. ഇതൊക്കെ എന്റെ കയ്യിൽ ഉണ്ടായ സ്റ്റോക്ക് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തോന്നിയിട്ടുണ്ടോ ഇത് പഴയതാണെന്ന്? കണ്ടാൽ അറിയാലോ അല്ലെ. സോ കുറെ കാലം ഞാൻ യൂസ് ചെയ്താണ്. ഇതും അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന നല്ല ഹൈലൈറ്റേഴ്സിൽ ഒന്നാണ്. ആക്ച്വലി നിങ്ങൾ ഇതുപോലെ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇതുപോലത്തെ സ്ട്രാപ്പ് ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെയാണ് ഇടുന്നെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഹൈലൈറ്റർ എടുത്തിട്ട് മേക്കപ്പ് ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഈ ഒരു ബ്യൂട്ടി ബോൺ ഏരിയയിലൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ ലുക്ക് മോർ സെക്സി. ഇനി നല്ലൊരു ലിപ് ബാം, ദെൻ ലിപ്സ്റ്റിക് നമുക്ക് അപ്ലൈ ചെയ്യാം. ലിപ് ബാം ഇത് പ്ലമ്മിന്റെ ലിപ് ബാം ആണ്. അഫോർഡബിൾ റേഞ്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ലിപ്സ്റ്റിക്കിന്റെ പ്രൈസും കുറവല്ലേ നോക്കുള്ളൂ. അപ്പം എപ്പോഴും ഉണ്ടല്ലോ പ്രൈസ് കുറയുന്നതിനനുസരിച്ചിട്ട് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാനുള്ള ചാൻസ് പല ബ്രാൻഡ്സിലും ഉണ്ട്. അപ്പൊ നമ്മുടെ ബേസ് എപ്പോഴും നല്ലതായിരുന്നാൽ നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടിരിക്കാം. സോ മസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു 500 ബിലോ ഉള്ള ലിപ്സ്റ്റിക് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ, മേ ബി 300 ബിലോ ഒക്കെ ഉള്ളതാണെങ്കിൽ നല്ലൊരു ലിപ് ബാം ആദ്യം ലിപ്പിൽ ഇട്ട് കൊടുക്കുക. സോ ലിപ്പ് നല്ല മോയ്സ്ചേർഡ് ആയിട്ടിരിക്കും. ഓക്കെ, സോ ലിപ്സ്റ്റിക്കിന് ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ടെക്നിക്കലി പിങ്ക് എന്നുള്ള ഈ ഒരു ഷെയ്ഡാണ്. ബിക്കോസ് ഞാൻ ഐ ഷാഡോ ഇട്ട പിങ്ക് ആണ്, എന്റെ ഡ്രസ് ഒരു ലാവൻഡർ ഷെയ്ഡാണ്. അപ്പൊ ഞാൻ പിങ്ക് ഷെയ്ഡ് പിടിച്ച് പോവാന്ന് വിചാരിച്ചു. ഇത് കുറച്ച് മാറ്റ് ആയിട്ടുള്ള പൗഡർ ഫിനിഷ് തരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. യെസ്, ലിപ്സ്റ്റിക് വിട്ടു. സോ നമ്മൾ ടോട്ടൽ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. Baby, I know all your secrets, but you tell me stupid lies. Oh, you think you can't escape now and got it all just figured out. You can fake it through the ceiling to the rooftops while I'm leaving. You're my girl. എനിക്ക് തോന്നുന്നു എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായി. കണ്ടിട്ട് നിങ്ങൾക്കും കൂടി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല കാഷ്വലി പുറത്ത് പോകാനും എവറിഡേ മേക്കപ്പ് ലുക്ക് ആയിട്ടും ജസ്റ്റ് ഒരു കോഫിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്താലും ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഫേസിൽ രസമുണ്ടാവും. ചെയ്ത് നോക്കിയാലും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. So my dears, thank you so much for watching the video. I hope you really liked it. Enjoy ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നു. എന്തൊക്കെ കൈൻഡ് ഓഫ് ബ്യൂട്ടി വീഡിയോസ് ആണ്, മേക്കപ്പ് ലുക്സ് ആണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കാണാൻ ഇഷ്ടം? വലുതൊന്നും പറയരുത്. എന്നെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ലുക്സ് ഒക്കെ പറഞ്ഞാൽ ഞാൻ അതൊക്കെ ചെയ്തുതരാം. ഈവൻ ഫാഷൻ വീഡിയോസ് ആയാലും സ്റ്റൈലിംഗ് വീഡിയോസ് ആയാലും ഓക്കെ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സിങ് ചെയ്യാനും സ്റ്റൈലിംഗ് ചെയ്യാനും ഒക്കെ ആയിട്ട്. So once again, thank you so much for watching the video. Next വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. സോ മറക്കണ്ട, നമ്മളെ വീഡിയോസ് വരുന്നത് എല്ലാ ട്യൂസ്ഡേയ്സും തേഴ്സ്ഡേയ്സും ഈവനിങ് at 6 PM ആണ്. എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യണം പ്ലീസ്. നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ എന്താ പറയുക, യൂട്യൂബ് നിങ്ങളെ നോട്ടിഫൈ ചെയ്യില്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ എല്ലാവരും ക്ലിക്ക് ചെയ്യണം. ഈവൻ എന്റെ എക്സിസ്റ്റിംഗ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഓൺ ആണോ എന്നുള്ളത് കേട്ടോ. So thank you so much. Lots of love to you. See you on my next video.